ക്രാഷ് കോഴ്സിൻ്റെ ബ്ലോക്ക് 5ലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5ാമത്തെ ബ്ലോക്ക് കൾച്ചർ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ബ്ലോക്കാണ്. ഇതിലും നമ്മൾ നേരത്തെ ബ്ലോക്കുകളിലൊക്കെ കണ്ടതുപോലെ തന്നെ നമുക്കുള്ളത് 3 യൂണിറ്റുകൾ തന്നെയാണ്. അതിൽ ആദ്യത്തെ യൂണിറ്റിൻ്റെ പേര് കൾച്ചർ, കൾച്ചറൽ ലാഗ്, കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന യൂണിറ്റാണ്. അപ്പം ആദ്യത്തെ 1 മാർക്കിൻ്റെ ചോദ്യം എന്താണ് കൾച്ചർ എന്ന് നിർവചിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. അപ്പോൾ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം താൻ ജീവിക്കുന്ന സമൂഹത്തിൽ നിന്നും ആർജിച്ചെടുക്കുന്ന വിശ്വാസങ്ങൾ, കലകൾ, ഭാഷ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇങ്ങനെയുള്ള മൂല്യങ്ങൾ, ഇതൊക്കെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഒരാളുടെ സംസ്കാരം എന്ന് വിളിക്കാം. അപ്പോൾ കൾച്ചർ ഈസ് ദ ടോട്ടൽ വേ ഓഫ് ലൈഫ് ഓഫ് എ സൊസൈറ്റി ഇൻക്ലൂഡിങ് ബിലീഫ്സ്, വാല്യൂസ്, കസ്റ്റംസ്, ട്രഡീഷൻസ്, നോളജ്, ലാംഗ്വേജ് ആൻഡ് മെറ്റീരിയൽ ഒബ്ജക്ട്സ്. അല്ലേ? മെറ്റീരിയൽ ഒബ്ജക്ട്സും എന്ത് തന്നെയാണ്? ഈ പറയുന്ന വസ്ത്രം എന്താണ്? ഒരു കൾച്ചറാണ്. അപ്പം ഇത്തരത്തിൽ സൊസൈറ്റിയുടെ മൊത്തത്തിലൊരു വേ ഓഫ് ലൈഫാണ്. ഒരു വ്യക്തി ഒരു സൊസൈറ്റിയിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ, ബിലീഫ്സും, വാല്യൂസും, കസ്റ്റംസും, ട്രഡീഷൻസും, നോളജും, ലാംഗ്വേജും, മറ്റ് ഈ പറയുന്ന മെറ്റീരിയൽ ഒബ്ജക്ട്സ് ആണെങ്കിലും അതൊക്കെ എന്ത് തന്നെയാണ്? കൾച്ചറായിട്ടാണ് നമ്മൾ കണക്കാക്കാറുള്ളത്. കൾച്ചറിനെ ഒരു കോംപ്ലക്സ് ഹോൾ, ഒരു സങ്കീർണമായ ഒരു സംഗതിയാണ്, വളരെ കോംപ്ലക്സ് ആയ ഒന്നാണ് കൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള, ഡിഫൈൻ ചെയ്തിട്ടുള്ള തിങ്കറിന്റെ പേര് E.B. ടൈലർ. ഈ E.B. ടൈലർ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഡെഫിനിഷന്റെയും ഒരു വക്താവ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹത്തിന്റെ ഡെഫിനിഷനും ഈ തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇനി എന്താണ് കൾച്ചറൽ ലാഗ്? കൾച്ചറൽ ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൾച്ചറൽ ലാഗ് ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ മെറ്റീരിയൽ കൾച്ചർ ആൻഡ് നോൺ മെറ്റീരിയൽ കൾച്ചർ വെൻ വൺ ചേഞ്ചസ് ഫാസ്റ്റർ ദാൻ ദ അതർ. അതായത് ഒരു സമൂഹത്തിലെ മെറ്റീരിയൽ ആയിട്ടുള്ള കൾച്ചർ, മെറ്റീരിയൽ ആയിട്ടുള്ള സംഗതികൾ പെട്ടെന്ന് മാറുകയും വളരെ വേഗതയിൽ മാറ്റങ്ങൾ വരികയും, എന്നാൽ നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള സംഗതികൾക്ക് മാറ്റങ്ങൾ വരുന്നതിന് സമയമെടുക്കും, ഒരുപാട് വർഷങ്ങളെടുക്കും, അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ എടുത്തേക്കാം. അപ്പം നമുക്ക് ഇത് തമ്മിലുള്ള ഒരു ഗ്യാപ്പുണ്ട്. അതായത് മെറ്റീരിയൽ കൾച്ചർ വേഗം മാറുന്നു, നോൺ മെറ്റീരിയൽ കൾച്ചർ സമയമെടുത്തിട്ടാണ് മാറുന്നത്. ഇതിനെയാണ് നമ്മൾ കൾച്ചറൽ ലാഗ് എന്ന് വിളിക്കുക. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ മൊബൈൽ ഫോൺ തന്നെ നോക്കി നോക്കൂ. അല്ലെങ്കിൽ നമ്മൾ ആദ്യകാലത്ത് നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ടെലഗ്രാമോ അല്ലെങ്കിൽ കമ്പടിക്കുക എന്ന് പറയും, അല്ലെങ്കിൽ കത്തൊക്കെ ഉപയോഗിച്ചിരുന്നിടത്ത് നമ്മളിപ്പോൾ ഇമെയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ വാട്സപ്പായി, ഫോണിന് മറ്റേ നമ്മൾ ഈ ട്രങ്ക് കോളൊക്കെ ബുക്ക് ചെയ്തിട്ട് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ എന്തായി? നമുക്ക് മൊബൈൽ ഫോണായി. മൊബൈൽ ഫോൺ തന്നെ കണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന, വീഡിയോ കോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കായി. അല്ല, അപ്പോൾ നമ്മുടെ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാണെങ്കിലും ഒക്കെ വളരെ പെട്ടെന്ന് ചേഞ്ച് ചെയ്ത്. എന്നാൽ നമ്മുടെ വിശ്വാസം, അല്ലെങ്കിൽ നമ്മുടെ ഭാഷ, അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേകിച്ച് റിലീജിയൻ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ കസ്റ്റംസ്, ട്രഡീഷൻസ്, ഇതൊക്കെ മാറുന്നുണ്ടോ? ഇത് വളരെ എന്താ പറയുക, സമയമെടുത്തിട്ടാണ് ഇതിന് മാറ്റങ്ങൾ വരിക. അതായത് നോൺ മെറ്റീരിയൽ കൾച്ചറിന് സമയമെടുക്കും, മെറ്റീരിയൽ കൾച്ചറിന് വളരെ പെട്ടെന്ന് മാറ്റം സംഭവിക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കൾച്ചറൽ ലാഗ് എന്ന് വിളിക്കുന്നത്. അതായത് മെറ്റീരിയൽ കൾച്ചർ വേഗത്തിലും നോൺ മെറ്റീരിയൽ കൾച്ചർ വളരെ സമയമെടുത്തിട്ടുമാണ് മാറ്റത്തിന് വിധേയമാകുന്നത്. ഇവ തമ്മിലുള്ള ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ കൾച്ചറൽ ലാഗ്. അപ്പോൾ സൊസൈറ്റിയിൽ നമ്മൾ കുറച്ചും കൂടെ നോക്കുമ്പോൾ നമുക്കത് വളരെ വിസിബിൾ ആയിട്ട്, നമ്മളുടെ ലൈഫിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ അത് വളരെ വിസിബിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവും. അല്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലൊക്കെ ഒരുപാട് മാറി, പക്ഷെ നമ്മുടെ വിശ്വാസങ്ങളൊക്കെ വളരെ ലൈറ്റായിട്ടാണ് നമ്മൾ അതിൽ നിന്ന് മാറ്റങ്ങൾ വന്നിട്ട് ഓരോരോ ചേഞ്ചസുകളായിട്ട് വരുന്നത് എന്നാണ് പറയുന്നത്. ഈ കൾച്ചറൽ ലാഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള തിങ്കറിൻ്റെ പേര് W.F. ഒക്ബേൺ എന്നാണ്. W.F. ഒക്ബേൺ ആണ് ഈ കൾച്ചറൽ ലാഗ് എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്തൊരു കോൺസെപ്റ്റാണ് കൾച്ചറൽ ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വ്യാപിക്കുക എന്നുള്ളതാണ്. മലയാളത്തിൽ സാംസ്കാരിക വ്യാപനം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ സൂചിപ്പിക്കാം. അപ്പോൾ എന്താണ് കൾച്ചറൽ ഡിഫ്യൂഷൻ?
കൾച്ചറൽ ഡിഫ്യൂഷൻ ഈസ് ദ സ്പ്രെഡ് ഓഫ് കൾച്ചറൽ ട്രേറ്റ്സ് ഫ്രം വൺ സൊസൈറ്റി ഓർ ഗ്രൂപ്പ് ടു അനദർ. ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ കൾച്ചർ മറ്റൊന്നിലേക്ക്, അല്ലെങ്കിൽ ആ കൾച്ചറൽ ട്രേറ്റ്സ് എന്ത് ചെയ്യാണ്, ആ സാംസ്കാരിക ഘടകങ്ങൾ മറ്റൊരു ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സമൂഹത്തിലേക്ക് വ്യാപിക്കുന്നതിനെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് വിളിക്കാം. ഉദാഹരണത്തിന് നമുക്ക് യോഗ നമ്മുടെ ഒരു ഇന്ത്യൻ രീതിയിൽ, ഇന്ത്യൻ കസ്റ്റംസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഒരു കൾച്ചറിൽ ഉൾപ്പെട്ടിരുന്ന ഒന്നാണ്. പക്ഷെ അതിപ്പോൾ യൂറോപ്യൻ കൾച്ചറിലേക്കൊക്കെ വ്യാപിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ഒരു കൾച്ചറൽ എലമെൻറ്റ് അല്ലെങ്കിൽ കൾച്ചറൽ ട്രേറ്റ് മറ്റൊരു ഗ്രൂപ്പിലേക്കോ മറ്റൊരു സമൂഹത്തിലോട്ടേക്കോ വ്യാപിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ആ കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ് മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടാഞ്ചിബിൾ ഒബ്ജക്ട്സ്, നമുക്ക് തൊടാൻ പറ്റുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മെറ്റീരിയൽ കൾച്ചർ എന്ന് വിളിക്കുന്നത്. അത് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസായ ഉപകരണങ്ങളാവാം, മെഷീൻസുകളാവാം, വീടുകളാകാം അല്ലേ. പാർപ്പിടങ്ങളൊക്കെ കൾച്ചറിൻ്റെ ഭാഗമാണ്. നമ്മൾ ഏത് ടൈപ്പ് കൾച്ചറിൽ ഉൾപ്പെടുന്നു എന്നത് നമുക്ക് നമ്മുടെ പാർപ്പിടങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കാം. ടെക്നോളജി ആവാം, ഇതൊക്കെയാണ് നമ്മൾ മെറ്റീരിയൽ കൾച്ചർ. നമുക്ക് ടാഞ്ചിബിൾ, നമുക്ക് തൊടാൻ സാധിക്കുന്ന, നമുക്ക് സ്പർശനത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാൽ നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിനകത്ത് വിശ്വാസവും വാല്യൂസും നോംസും കസ്റ്റംസും ട്രഡീഷൻസും ഒക്കെയാണ്. നമുക്ക് ഇൻടാഞ്ചിബിൾ ആണ് അല്ലേ, നമുക്കത് തൊടാൻ സാധിക്കുന്ന ഒന്നല്ല. അതൊക്കെ നമ്മുടെ ഒരു മൈൻഡിനകത്തുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി എന്താണ് എത്തനോസെൻട്രിസം? എത്തനോസെൻട്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടെൻഡൻസി ടു റിഗാർഡ് വൺസ് ഓൺ കൾച്ചർ ആസ് എ സുപ്പീരിയർ ടു അതേഴ്സ്. നമ്മുടെ കൾച്ചറാണ് വലുത്, അല്ലെങ്കിൽ മറ്റുള്ള കൾച്ചറിനേക്കാളൊക്കെ അടിപൊളി നമ്മുടെ കൾച്ചറാണ് ഏറ്റവും മികച്ചത് എന്ന ഒരു തോട്ട് പ്രോസസ്സിനെയാണ് നമ്മൾ എത്തനോസെൻട്രിസം എന്ന് വിളിക്കുക. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം തന്നെ, ഞാൻ ഒരിക്കലും ഈ നമ്മുടെ ക്രാഷ് കോഴ്സിനിടയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതോ ഒരു ബ്ലോക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൾച്ചറിലില്ലാത്ത ഒരാളില്ല. കൾച്ചർലെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റേ ഇല്ല. സാംസ്കാരിക ശൂന്യർ എന്ന് പറയുന്ന ഒരു ആശയം തന്നെ അത് പറയുന്ന ആ ഒരു രീതി തന്നെ തെറ്റാണ് ശരിക്കും. പിന്നെ നല്ല കൾച്ചർ, മോശം കൾച്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും ഇല്ല. ഒരു സമൂഹത്തിൽ നല്ലതെന്ന് തോന്നുന്ന കൾച്ചർ മറ്റൊരു സമൂഹത്തിൽ എന്താകാം, അത് മോശമാകാം. അപ്പം കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്, നല്ലത് ചീത്തത് അല്ലെങ്കിൽ കൾച്ചർ ഇല്ല എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എന്തായാലും എത്തനോസെൻട്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വിശ്വസിക്കുകയാണ്, എൻ്റെ കൾച്ചറാണ് ഏറ്റവും നല്ലത്, ഏറ്റവും മികച്ച കൾച്ചർ എൻ്റെതാണെന്ന് വിശ്വസിക്കുന്നതിനെയാണ്, മറ്റുള്ള കൾച്ചറിനേക്കാളൊക്കെ സുപ്രീം ആയിട്ടുള്ളത് എൻ്റെതാണെന്ന് വിളിക്കുന്നതിനെയാണ് നമ്മൾ എത്തനോസെൻട്രിസം എന്ന് വിളിക്കുക. ഇനി അടുത്തത് കൾച്ചറൽ ഹെറിറ്റേജ്, സാംസ്കാരിക പൈതൃകം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് ട്രഡീഷൻസിനെയും കസ്റ്റംസിനെയും വാല്യൂസിനെയും ഒക്കെ ഇൻഹെറിറ്റഡ് ഫ്രം പ്രീവിയസ് ജനറേഷൻ, അതായത് മുൻ തലമുറകളിൽ നിന്ന് പാരമ്പര്യമായി കിട്ടി വരുന്ന ട്രഡീഷൻസ്, കസ്റ്റംസ്, വാല്യൂസ് അത് മറ്റൊരു തലമുറയിലേക്ക് കൈമാറി പോകുന്നു. അപ്പോൾ പാരമ്പര്യമായിട്ട്, അതായത് ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന സംഗതി മുൻ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് മാറി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ കൾച്ചറൽ ഹെറിറ്റേജ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ അടുത്തതാണ് കൾച്ചറൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. കൾച്ചറൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് കൾച്ചർ പാസ് ചെയ്യുന്നതിനെ, ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് കൾച്ചറൽ ട്രാൻസ്മിഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ കൾച്ചറൽ ഹെറിറ്റേജ് എന്നത് കൈമാറി പൈതൃകമായിട്ട് കുറേ മുന്നേയുള്ള ജനറേഷനിൽ കിട്ടി വരുന്നതിനെയാണ്, ആ കൊടുക്കുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ശരിക്കും കൾച്ചറൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഈ 2 മാർക്കിൻ്റെ ഈ യൂണിറ്റിലെ ക്വസ്റ്റ്യൻസുകളിലേക്ക് കടക്കുകയാണെങ്കിൽ മെറ്റീരിയൽ കൾച്ചറും നോൺ മെറ്റീരിയൽ കൾച്ചറും എന്തെന്ന് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് അല്ലേ. മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാഞ്ചിബിൾ ആണ്, തൊടാൻ പറ്റുന്നതാണ്. നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻടാഞ്ചിബിൾ ആണ്, നമുക്ക് സ്പർശിക്കാൻ സാധിക്കില്ല. മെറ്റീരിയൽ കൾച്ചർ നമുക്ക് വിസിബിൾ ഒബ്ജക്ട്സ് ആണ്, നമുക്ക് കാണാൻ പറ്റുന്ന വസ്തുക്കളാണ്. എന്നാൽ നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഐഡിയാസും ബിലീഫ്സുമാണ്. അതായത് നമുക്കത് നമ്മുടെ വിശ്വാസം എവിടെയാണ് നമുക്ക് തൊട്ട് കാണിക്കാൻ വേണ്ടി പറ്റുമോ? നിൻ്റെ വിശ്വാസം ഒന്ന് കാണിച്ചു തന്നേന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാൻ കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങൾ നമുക്ക് സ്പർശിക്കാനോ കാണിക്കാനോ കാണാനോ സാധിക്കില്ല അല്ലേ. അതാണ്. ഇനി മെറ്റീരിയൽ കൾച്ചർ ചേഞ്ചസ് റാപ്പിഡ്ലി, അതായത് വളരെ പെട്ടെന്ന് മെറ്റീരിയൽ കൾച്ചർ മാറും, നമ്മുടെ ടെക്നോളജിയൊക്കെ വളരെ പെട്ടെന്ന് മാറും. എന്നാൽ നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ചേഞ്ചസ് സ്ലോലി, നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് വിശ്വസിക്കുന്ന അതേ വിശ്വാസ രീതികളും ഇപ്പം ഒരു ഉദാഹരണം നോക്കൂ, നിങ്ങൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് എത്ര നൂറ്റാണ്ടുകൾക്ക് മുന്നുള്ളതാണ്, അത് മാറിയിട്ടുണ്ടോ?
അത് മാറുന്നില്ല. അതിൽ ചെറിയ ചെറിയ ചേഞ്ചസുകൾ ഇതിൽ നിന്ന് ഇങ്ങനെ സെക്റ്റുകളായിട്ട് നമ്മൾ റിലീജിയനിൽ നിന്ന് മാറിപ്പോകുന്ന വേറെ റിലീജിയസ് ഗ്രൂപ്പുകൾ ഉണ്ടായി വരുന്നതിനെയാണ് നമ്മൾ സെക്റ്റുകൾ, വളരെ നേർത്ത സെക്റ്റുകളായിട്ട് മാറുന്നതല്ലാതെ ബേസ് എന്ന് പറയുന്നതൊന്നും മാറുന്നതേ ഇല്ല. ഇനി മെറ്റീരിയൽ കൾച്ചറിന് ഏറ്റവും നല്ല എക്സാമ്പിൾ മൊബൈൽ ഫോണ്, നോൺ മെറ്റീരിയൽ കൾച്ചറിന് ഏറ്റവും എക്സാമ്പിൾ വാല്യൂസ് എന്ന് നമുക്ക് പറയാം. എന്താണ് കൾച്ചറിൻ്റെ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? കൾച്ചർ ഈസ് ലേൺഡ്, നമ്മൾ പഠിച്ചെടുക്കുന്നതാണ് അല്ലേ. നമ്മൾ ഒരു സമൂഹത്തിൽ നിന്ന്, നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കുന്നതാണ് കൾച്ചർ എന്ന് പറയുന്നത്. കൾച്ചർ എന്ന് പറയുന്നത് ഷെയർഡ് ആണ്. അത് ആരുടെങ്കിലും കുടുംബസ്വത്താണോ? അല്ല. അതെന്ന് പറയുന്നത് നമ്മൾ പങ്കുവെക്കപ്പെടുന്നതാണ്. നമുക്ക് നമ്മുടെ പൂർവികന്മാരും നമ്മുടെ ചുറ്റുപാടുള്ളവരും നമ്മുടെ സമപ്രായക്കാരും നമ്മുടെ കുടുംബവും നമ്മുടെ സഹപാഠികളും നമ്മുടെ അയൽപ്പക്കവും നമ്മൾ ഇടപെടുന്ന ഓരോ മനുഷ്യരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, അത് പങ്കുവെക്കപ്പെട്ട് എടുത്ത് സ്വീകരിച്ച് വരുന്ന ഒന്നാണ്. നമ്മളത് മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ ഒരു ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി അല്ല കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൾച്ചർ ഈസ് സോഷ്യൽ. കൾച്ചർ എന്ന് പറഞ്ഞാൽ സാമൂഹികപരമായ ഒന്നാണ്. കൾച്ചർ ഈസ് ഡൈനാമിക്. നമ്മുടെ കൾച്ചർ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. നമ്മുടെ മെറ്റീരിയൽ കൾച്ചർ ചേഞ്ച് ചെയ്യും, അതുപോലെ തന്നെ നോൺ മെറ്റീരിയൽ കൾച്ചർ സ്ലോലി ആണെങ്കിലും ചേഞ്ച് ചെയ്യും. അപ്പം നമ്മുടെ കൾച്ചർ എന്ന് പറഞ്ഞ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ജീൻസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം, ജീൻസ് എന്ന് പറയുന്ന ഒരു പാൻറ്റ് അല്ലേ, അതൊരു അമേരിക്കൻ കൾച്ചറിൻ്റെ ഒരു ഭാഗമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ ഇന്ത്യക്കാർ, നമ്മൾ എത്രയോ ആൾക്കാർ നമ്മളിന്ന് ജീൻസ് ധരിക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ സ്ഥിരം വസ്ത്രമായിട്ട് ജീൻസ് മാറിയില്ലേ. അപ്പോൾ ഈ കൾച്ചർ എന്ന് പറയുന്നത് ഡൈനാമിക്കാണ്, വളരെ മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. കൾച്ചർ ഈസ് ക്യുമുലേറ്റീവ്, എല്ലാത്തിൻ്റെയും ഒരു ആകെ തുകയാണ് അല്ലേ. എല്ലാ വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും മെറ്റീരിയൽ കൾച്ചറിൻ്റെയും നോൺ മെറ്റീരിയൽ കൾച്ചറിൻ്റെയും ഒക്കെ ഒരു ആകെ തുകയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന കൾച്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറി കൊടുക്കുന്ന ഒന്നാണ് ഈ പറയുന്ന കൾച്ചർ എന്ന് പറയുന്നത്. കൾച്ചറൽ ലാഗ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കൾച്ചറൽ ലാഗിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ടെക്നോളജി ഡെവലപ്ഡ് റാപ്പിഡ്ലി അല്ലേ. നമ്മൾ പറഞ്ഞ സോഷ്യൽ മീഡിയ, സാമൂഹിക മാധ്യമം, അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലാണ്. അത് എത്ര പെട്ടെന്നാണ് മാറിയതില്ലേ. അതിനു മുമ്പ് ടിക്ടോക്ക് ആയിരുന്നു. പക്ഷേ ലോസ് റിഗാർഡിങ് പ്രൈവസി ആൻഡ് സൈബർ ക്രൈം ടു ടൈം ടു അഡാപ്റ്റ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട എന്താ പറയുക, സൈബർ ക്രൈമുകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രൈവസി റിഗാർഡിങ് ആയിട്ടുള്ള ലോസൊക്കെ മാറാൻ കുറച്ച് സമയമെടുക്കും അല്ലേ. അതെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്. ഇനി കൾച്ചറൽ ഡിഫ്യൂഷൻ, അതിനൊരു ഉദാഹരണം വേണ്ടി കൾച്ചറൽ ഡിഫ്യൂഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കൾച്ചറൽ ഡിഫ്യൂഷൻ ഇപ്പോൾ വേണമെങ്കിൽ ഉദാഹരണം എഴുതാം. നമ്മുടെ ഈ ജീൻസ് പാൻറ്റിൻ്റെ കാര്യം നമ്മൾ എഴുതിയ ഉദാഹരണം എഴുതാം. അല്ലെങ്കിൽ പിസ്സ ഒറിജിനേറ്റഡ് ഇൻ ഇറ്റലി അല്ലേ, ബട്ട് ഈസ് നൗ കൺസ്യൂംഡ് വേൾഡ് വൈഡ്. പിസ്സ എന്ന് പറയുന്ന പിസ്സ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു വിഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഇറ്റലിയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് ലോക പ്രശസ്തമായി അല്ലേ. ഇപ്പോൾ KFC എന്ന് പറയുന്നത് ഒക്കെ ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ്. മന്തി ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് നമുക്ക് എഴുതാവുന്ന ഒരു കാര്യമാണ്. ഇനി എന്താണ് എത്നോസെൻട്രിസവും എന്താണ് കൾച്ചറൽ റിലേറ്റിവിസവും? എത്നോസെൻട്രിസം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ കൾച്ചറാണ് ഏറ്റവും വലുത് എന്ന് നോക്കിക്കൊണ്ട് നമ്മൾ മറ്റുള്ള കൾച്ചറിനെ ജഡ്ജ് ചെയ്യുക, എന്നിട്ട് നമ്മുടേതാണ് സുപ്രീം എന്ന് പറയുന്നതിനെയാണ് എത്നോസെൻട്രിസം, നമ്മുടേതാണ് അടിപൊളി എന്ന് പറയുന്നത്. എന്നാൽ കൾച്ചറൽ റിലേറ്റിവിസം ഉണ്ട്. കൾച്ചറൽ റിലേറ്റിവിസം എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് എ കൾച്ചർ അക്കോർഡിംഗ് ടു ഇറ്റ്സ് ഓൺ വാല്യൂസ് ആൻഡ് നോംസ്. അതായത് നമ്മൾ ഒരു കൾച്ചറിനെ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ നമ്മൾ വിദേശത്തേക്കൊക്കെ പോയപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു കൾച്ചർ മനസ്സിലാക്കുന്നത് നമ്മുടെ കൾച്ചറുമായി റിലേറ്റ് ചെയ്ത് നോക്കും. എന്നിട്ടാണ് നമ്മൾ ആ കൾച്ചറിൻ്റെ വാല്യൂസും നോംസും ഒക്കെ മനസ്സിലാക്കുന്നത്. ഓക്കെ. അപ്പോൾ വേറൊരു സംസ്കാരത്തെ നമ്മൾ നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെടുത്തി റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നതിനെയാണ് കൾച്ചറൽ റിലേറ്റിവിസം എന്ന് പറയാം. ഇനി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണെങ്കിൽ കോൺസെപ്റ്റ് ഓഫ് കൾച്ചർ, കൾച്ചർ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പം കൾച്ചർ റെഫേഴ്സ് ടു ദ ടോട്ടൽ വേ ഓഫ് ലൈഫ് ഷെയർഡ് ബൈ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. ഒരു സമൂഹത്തിലെ അംഗങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ മൊത്തം ജീവിത രീതിയെ നമുക്ക് പങ്കുവെക്കപ്പെടുന്ന മൊത്തം ജീവിത രീതിയെ അല്ലെങ്കിൽ വേ ഓഫ് ലൈഫിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, കൾച്ചർ എന്ന് വിളിക്കാം. E.B. ടൈലർ പറയുന്നത് കൾച്ചർ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്, വളരെ സങ്കീർണമായ ഒന്നാണ്. നോളജ്, ബിലീഫ്സ്, മോറൽസ്, കസ്റ്റംസ്, ലോ, ആർട്ട് ആൻഡ് ഓൾ അതർ കാപ്പബിലിറ്റീസ് അക്വയർഡ് ബൈ ഹ്യൂമൻസ് ആസ് മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിലെ ഒരു അംഗം എന്ന നിലയിൽ ഒരു മനുഷ്യൻ തൻ്റെ സമൂഹത്തിൽ നിന്ന് അക്വയർ ചെയ്യുന്ന, അതായത് നേടിയെടുക്കുന്ന വിശ്വാസം, അറിവ്, ധാർമ്മികത, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, നിയമങ്ങൾ,
കല തുടങ്ങി ഭാഷ, ഇങ്ങനെ എല്ലാം ചേരുന്നതാണ്. ഇവയുടെയൊക്കെ ആകെ തുകയാണ്, കോംപ്ലക്സ് ഹോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൊത്തത്തിലൊരു ആകെ തുകയാണ് ഏതെന്ന് പറയാം. അങ്ങനെ ഒരു സങ്കീർണമായ ഒരു ആശയമാണ് കൾച്ചർ എന്ന് E.B. ടൈലർ പറയുന്നുണ്ട്. കൾച്ചർ ഒരിക്കലും നമുക്ക് ഇൻഹെറിറ്റഡ് ആയി കിട്ടുന്ന ഒന്നല്ല, അത് അതായത് ബയോളജിക്കലി നമുക്ക് കിട്ടുന്ന ഒന്നല്ല, അത് സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെ ഒരു മനുഷ്യൻ നിരന്തരമായ സാമൂഹിക ഇടപെടലുകളിലൂടെ ഒരു മനുഷ്യൻ്റെ മരണം വരെ അയാൾ തൻ്റെ ചുറ്റുപാടിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന ഒന്നാണ്. അത് മനുഷ്യൻ്റെ നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിനെയും നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനൊക്കെ നിർണ്ണയിക്കുന്നതിൽ വലിയ നിർണായക സ്വാധീനം ചെലുത്തുന്നു. എന്തൊക്കെയാണ് കൾച്ചറിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഫീച്ചേഴ്സുകൾ തന്നെയാണ്. അതിൽ ഡിസ്കസ് ചെയ്യാത്തൊരു ഫീച്ചറായിട്ട് പറയുന്നത് സാറ്റിസ്ഫൈസ് ഹ്യൂമൻ നീഡ്സ്, മനുഷ്യൻ്റെ ആവശ്യങ്ങളെ അത് സാക്ഷാത്കരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ സോഷ്യൽ ഓർഡർ, സാമൂഹിക ക്രമം നിലനിർത്തി പോവുക, പ്രൊവൈഡ്സ് ഐഡൻറ്റിറ്റി, നമുക്ക് ഏത് കൾച്ചറാണെന്നുള്ള ഒരു ഐഡൻറ്റിറ്റി കിട്ടുക, അപ്പോൾ നമ്മൾ ഏത് രാജ്യക്കാരാണ് അല്ലെങ്കിൽ നമ്മൾ ഏത് സമൂഹത്തിൽ നിന്ന് വരുന്നു എന്നൊക്കെ നമുക്ക് ഒരു ഐഡൻറ്റിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതും നമ്മുടെ കൾച്ചറാണ്. ഫെസിലിറ്റേറ്റ് സോഷ്യലൈസേഷൻ, നമ്മുടെ സാമൂഹികവൽക്കരണം എന്ന് പറയുന്ന ഒരു ആശയത്തിൽ ഒരു വ്യക്തി തൻ്റെ മരണം വരെ ആർജിച്ചെടുക്കുന്ന ഒരുപാട് കാര്യമുണ്ട്. ഒരു സമൂഹത്തിന് ഉതകുന്ന ഒരു സാമൂഹിക ജീവിയായിട്ട് മാറുന്നത് അയാൾ നിരന്തരം അയാളുടെ ജനനം തൊട്ട് മരണം വരെ നടത്തുന്ന ഈ സാമൂഹികവൽക്കരണ പ്രക്രിയയിലൂടെയാണ്. അതിലേക്ക് ഈ സംസ്കാരം എന്ന് പറയുന്ന കാര്യം വലിയ കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ സംസ്കാരം വലിയ രീതിയിൽ സാമൂഹികവൽക്കരണത്തിന് സ്വാധീനിക്കുന്നുണ്ട്. സോഷ്യൽ ഹെറിറ്റേജ്, സാമൂഹിക പൈതൃകത്തെ അത് പ്രിസർവ് ചെയ്യുന്നു, സംരക്ഷിക്കുന്നു എന്നതുകൂടി പറയുന്നുണ്ട്. അപ്പം ഒരു സോഷ്യൽ ലൈഫും ഹ്യൂമൻ സൊസൈറ്റിയിൽ അനിമൽ ലൈഫും, ഒരു മൃഗങ്ങളുടെ ഒരു ലോകവും മനുഷ്യലോകവും തമ്മിൽ മനുഷ്യനെ വേർതിരിച്ചെടുക്കുന്നത് സംസ്കാരമാണെന്നാണ് അതിനകത്ത് കൺക്ലൂഷനായിട്ട് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് കൾച്ചറിൻ്റെ കോമ്പോണൻസ്? കൾച്ചറിന് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ഘടകങ്ങളാണുള്ളത്. ഒന്ന് മെറ്റീരിയൽ കൾച്ചർ, മറ്റൊന്ന് നോൺ മെറ്റീരിയൽ കൾച്ചർ. മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഒബ്ജക്റ്റീവ്സ്, അല്ലേ, ഒബ്ജക്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഫിസിക്കലായിട്ട് ഉള്ള, നമുക്ക് തൊടാനും കാണാനും ഒക്കെ പറ്റുന്ന ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, ഏതൊക്കെ ബിൽഡിങ്സും മെഷീൻസും റോഡുകളും വെഹിക്കിൾസും മൊബൈൽ ഫോൺസും ഒക്കെ എന്താണ്, മെറ്റീരിയൽ കൾച്ചറാണ്. എന്നാൽ എന്താണ് നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ഇൻക്ലൂഡ് അബ്സ്ട്രാക്ട് എലമെൻറ്റ്സ്, അത് അമൂർത്തമായ ഘടകങ്ങളാണ്. നമുക്ക് തൊടാനോ സ്പർശിക്കാനോ കാണാനോ ഒന്നും പറ്റില്ല, അല്ലേ. വാല്യൂസ്, നോംസ്, ബിലീഫ്സ്, റിലീജിയൻ, ലാംഗ്വേജ്, ഇതിനൊക്കെയാണ് നമുക്ക് നോൺ മെറ്റീരിയൽ കൾച്ചറായിട്ട് പറയാൻ പറ്റുക. മെറ്റീരിയൽ കൾച്ചറും നോൺ മെറ്റീരിയൽ കൾച്ചറും നിരന്തരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കോൺട്രിബ്യൂഷൻസ് പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്, അല്ലേ. ഒരിക്കലും നമ്മളുടെ നോൺ മെറ്റീരിയൽ കൾച്ചർ അനുസരിച്ചിട്ടാണ് നമ്മുടെ മെറ്റീരിയൽ കൾച്ചറും ഡെവലപ്പ് ചെയ്യുക, അല്ലേ. അത് അങ്ങനെ തന്നെയാണ്. തിരിച്ച് നമ്മുടെ മെറ്റീരിയൽ കൾച്ചർ അനുസരിച്ചിട്ടാണ് നമ്മുടെ നോൺ മെറ്റീരിയൽ കൾച്ചറും ഡെവലപ്പ് ചെയ്യുക. ഒരു ഉദാഹരണം ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നിങ്ങൾ പഴയ കാലത്ത്, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ഫോട്ടോ ഒക്കെ ഈ ഇസ്ലാം മതത്തിനകത്ത് എന്താക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന ഒരു റെസ്ട്രിക്റ്റഡ് ആക്കി വെച്ചിരുത്തുന്ന, പിന്നീട് നമ്മുടെ ഇപ്പം പല പല പഠനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ പാസ്പോർട്ട് പോലത്തെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അത് ആ ഒരു കാര്യം നമ്മുടെ മെറ്റീരിയൽ കൾച്ചർ വളർന്നപ്പോൾ അത് എങ്ങനെയോ അത് ചേഞ്ച് ചെയ്തു പോയി. ഞാനതൊരു വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഉദാഹരണം പറഞ്ഞെന്ന നിലയ്ക്ക് നിങ്ങൾ എടുക്കരുത്. പക്ഷേ ഇതുപോലെയാണ് നമ്മളുടെ ഓരോ മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ കൾച്ചറിലുള്ള വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പം സോഷ്യൽ ലൈഫ് കനോട്ട് ഫങ്ഷൻ വിത്തൗട്ട് ബോത്ത്. ഇത് രണ്ടുമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇത് രണ്ടും കൂടിയാണ് ഒരു സൊസൈറ്റിയുടെ കൾച്ചറിനെ നിർമ്മിച്ചെടുക്കുന്നതെന്നാണ് പറയുന്നത്. ഇനി എക്സ്പ്ലെയിൻ കൾച്ചറൽ ഡിഫ്യൂഷൻ. കൾച്ചറൽ ഡിഫ്യൂഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അല്ലേ. ഒരു കൾച്ചർ മറ്റൊരു കൾച്ചറിലേക്ക്, അല്ലെങ്കിൽ ഒരു കൾച്ചറിൻ്റെ എലമെൻറ്റ്സ് മറ്റൊരു കൾച്ചറിൻ്റെ ഒരു ഗ്രൂപ്പിലേക്ക്, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ഒരു ഇതിലേക്ക് എന്ത് ചെയ്യാണ്, അത് വ്യാപിക്കുകയാണ്. അത് ത്രൂ കോണ്ടാക്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അല്ലേ. അത് കമ്മ്യൂണിക്കേഷനിലൂടെയും നിരന്തരമായ യാത്രകളും ഇടപെടലുകളും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വന്നതും ഒക്കെയാണ് അതിൻ്റെ റീസണായിട്ട് പറയുന്നത്. എന്തൊക്കെയാണ് ഡിഫ്യൂഷൻ്റെ സോഴ്സസ്? അല്ലെ, ട്രേഡ്, കച്ചവടത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ഓരോ പ്രൊഡക്റ്റും, ഗ്ലോബലൈസേഷൻ വന്നു, അല്ലേ. ആഗോളവൽക്കരണം വന്നതിൻ്റെ ഭാഗമായിട്ട്
നമുക്ക് ഇന്ന് ഇപ്പോൾ ചൈനീസ് പ്രൊഡക്ട്സ് ഇവിടെ കിട്ടുന്നു, ഇന്ത്യൻ പ്രൊഡക്ട്സ് നമുക്ക് വേറെ രാജ്യങ്ങളിൽ കിട്ടുന്നു. നമുക്ക് ഇന്ന് അങ്ങനെ ഒരു ബൗണ്ടറീസ് ഇല്ലാത്ത രൂപത്തിലേക്ക്, അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും അത് വ്യാപിക്കുകയാണ്. ഫുഡ് കൾച്ചർ മാറുകയാണ്. മൈഗ്രേഷനിലൂടെ, കുടിയേറ്റങ്ങളിൽ, ഇപ്പോൾ ഒരു സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ വേറൊരു സമൂഹത്തിൽ കുടിയേറി പാർക്കുന്നതിലൂടെ കൾച്ചർ ഡിഫ്യൂഷൻ ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷനിലൂടെ, ടൂറിസത്തിലൂടെ, അല്ലേ, മീഡിയയിലൂടെയൊക്കെയാണ് നമ്മൾ ഒരുപാട് ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടെക്നോളജി ഒക്കെ. ഇനി അതിൻ്റെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ സ്പ്രെഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി യൂറോപ്പിൽ നിന്ന് വ്യാപിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഗ്ലോബൽ യൂസ് ഓഫ് സ്മാർട്ട് ഫോൺസ്. ഇന്ന് എല്ലാവരും സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് കൊറിയൻ കൾച്ചർ, കൊറിയൻ ഡാൻസ്, അതുപോലെ തന്നെ കൊറിയൻ ബാൻഡുകളുണ്ട്, കൊറിയൻ സിനിമകളുണ്ട്, കൊറിയൻ ഡ്രാമാസ് ഉണ്ട്. ഇതൊക്കെ ഇന്ന് വളരെ പോപ്പുലറാണ് നമുക്കിടയിലൊക്കെ. അപ്പോൾ ഈ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ വന്നപ്പോഴൊക്കെയാണ് അത് വലിയ പോപ്പുലറായി തുടങ്ങിയത്. ഇതിന് പോസിറ്റീവ് എഫക്ട്സും ഉണ്ട്, നെഗറ്റീവ് എഫക്ട്സും ഉണ്ട്. പോസിറ്റീവ് എഫക്ട്സ് എന്തൊക്കെയാണ്? അത് പ്രൊമോട്ട്സ് അണ്ടർസ്റ്റാൻഡിങ്. നമുക്ക് മറ്റൊന്നിനെ കൂടി മനസ്സിലാക്കാൻ, നമ്മുടേത് മാത്രമല്ല ശരിയെന്നും മറ്റുള്ള കാര്യങ്ങളെ കൂടി ഒന്നുകിൽ ശരി തെറ്റ് നിർണ്ണയിക്കാനല്ല, ഒന്നിനെ നമ്മുടേതല്ലാത്തതിനെ കൂടി മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു. എൻകറേജസ് ഇന്നോവേഷൻസ്, അല്ലേ, പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നമ്മളെ അത് നയിക്കുന്നുണ്ട്. എൻഹാൻസസ് കൾച്ചറൽ എക്സ്ചേഞ്ച്. അത് മാത്രമല്ല, സാംസ്കാരികപരമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിനിമയങ്ങൾ നടത്താൻ, നമുക്ക് പരസ്പരം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. എന്നാൽ നെഗറ്റീവ് എഫക്ട്സ് എന്തൊക്കെയാണ്? ലോസ് ഓഫ് ഇൻഡിജിനസ് കൾച്ചർ. ഇത് ഈ ഗ്ലോബലൈസേഷനൊക്കെ വന്നപ്പോൾ നമ്മുടെ തനതായ കൾച്ചർ മാറുകയാണ്, അല്ലേ, തനതായുള്ള സംസ്കാരത്തിൽ വ്യത്യാസം വരികയാണ് ചെയ്യുന്നത്. കൾച്ചറൽ ഡോമിനേഷൻ. ഏതെങ്കിലും കൂടുതൽ സൊസൈറ്റി സ്വീകരിക്കുന്ന കൾച്ചർ എന്ത് ചെയ്യും? നമ്മളെ വന്നിട്ട് ഡോമിനേറ്റ് ചെയ്യും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ജീൻസിൻ്റെ കൾച്ചർ ആണെങ്കിലും, അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതികളാണെങ്കിലും, വേറെ ഒന്ന് കൂടുതൽ ആൾക്കാർ പോപ്പുലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ തനതായ ഒന്നിൻ്റെ മേലേക്ക് വന്നിട്ട് അത് മേധാവിത്വം കാണിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഇതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ കൾച്ചറൽ ഡിഫ്യൂഷൻ പ്രൊമോട്ട്സ് ഗ്ലോബൽ ഇൻറ്ററാക്ഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. വലിയ തരത്തിൽ ആഗോള ഇടപെടലുകളും സാമൂഹിക മാറ്റവും നടത്തുന്നതിൽ ഈ പറയുന്ന കൾച്ചറൽ ഡിഫ്യൂഷന് കൃത്യമായ ഒരു പങ്കുണ്ട് എന്നാണ് പറയുന്നത്. ഇനി കൾച്ചറൽ ലാഗിനെ പറ്റി വിശദീകരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. WF ഒക്ബേൺ ആണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ കാരണങ്ങളിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ അതെന്താണെന്നുള്ളത് ഇനി പറയേണ്ട ആവശ്യമില്ല. കാരണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ റാപ്പിഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്. ഈ ടെക്നോളജി വളരെ ദ്രുതഗതിയിൽ വികസിക്കുന്നു. സാമൂഹിക മാറ്റം വളരെയധികം അതിനെ പ്രതിരോധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അറ്റാച്ച്മെൻറ്റ് ടു ട്രഡീഷൻസ്. നമ്മൾ എന്താണ് കൾച്ചറൽ ലാഗ് വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം. കൾച്ചറൽ ലാഗ് ഞാൻ ഒന്നുകൂടെ വിശദീകരിച്ച് തരാം. അതായത് മെറ്റീരിയൽ കൾച്ചറും നോൺ മെറ്റീരിയൽ കൾച്ചറും ഉണ്ട്. മെറ്റീരിയൽ കൾച്ചർ മാറുന്ന പോലെ നോൺ മെറ്റീരിയൽ കൾച്ചർ മാറുന്നില്ല. അപ്പോൾ ഒരു ലാഗ് വരുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ കൾച്ചറൽ ലാഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺസ് ആണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ ലാഗ് വരാൻ, അതായത് നോൺ മെറ്റീരിയൽ കൾച്ചർ എന്തുകൊണ്ടാണ് മാറാൻ സമയമെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് റാപ്പിഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്. ഒന്ന്, മെറ്റീരിയൽ കൾച്ചർ ചേഞ്ച് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ സയൻസ് വളരെയധികം വേഗതയിൽ മുന്നോട്ട് പോവുകയാണ്. സയൻസിൽ ടെക്നോളജിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ പെട്ടെന്ന്. അതും ഒരു കാരണം. പിന്നെ സോഷ്യൽ ചേഞ്ചസ് റെസിസ്റ്റ് ചെയ്യുന്നു. അതായത് സാമൂഹിക മാറ്റങ്ങൾ പലപ്പോഴും ഈ നമ്മുടെ നോൺ മെറ്റീരിയൽ കൾച്ചർ അക്സെപ്റ്റ് ചെയ്യാറില്ല. ആ ചേഞ്ചസുകളെ എപ്പോഴും മതത്തിൻ്റെ ഒക്കെ കണ്ണിലൂടെയാണ് നോക്കിക്കാണാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കാറുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ട്രഡീഷൻ ആയിട്ട് നമ്മൾ കൂടെ കരുതി വരുന്ന, നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മൾ കൂടെ കരുതി വരുന്ന ഒന്നാണ്. അപ്പോൾ അത് മാറുക എന്നുള്ളത്, അതിനെ മാറ്റുക എന്നുള്ളത് നമുക്ക് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, അല്ലേ. പിന്നെ അതുപോലെ തന്നെ സ്ലോ ലീഗൽ ആൻഡ് മോറൽ അഡാപ്റ്റേഷൻ. നമ്മുടെ ഈ നിയമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കുറേ സമയം എടുത്തിട്ടാണ് മാറുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ധാർമ്മികപരമായുള്ള കാഴ്ചപ്പാടുകളും വളരെ സമയമെടുത്തിട്ടാണ് മാറുക. അപ്പോൾ ഇതിൻ്റെ ഒരു വേഗത കുറവും ഇതിൻ്റെ ഒരു റീസണായിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതും ഒക്കെ, എത്തിക്കൽ റെഗുലേഷൻസ് വരുന്നതും, സോഷ്യൽ മീഡിയ പ്രൈവസി ലോസ്, ബയോടെക്നോളജി ആൻഡ് മോറൽ ഡിബേറ്റ്സ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു. അപ്പോൾ അവിടെ നമുക്ക് സ്വാഭാവികമായിട്ടും ചില എത്തിക്കൽ ക്വസ്റ്റ്യൻസുകളുണ്ട്, അല്ലേ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ തൊഴിലാളികളുടെ എത്രയോ പേരുടെ തൊഴിലാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ധാർമ്മികത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് കാണിക്കുന്ന അതിൻ്റെ കാര്യത്തിൽ ഒരു എത്തിക്കൽ റീസൺ എടുക്കാൻ നമുക്ക് ഒരു സ്റ്റാൻഡ് എടുക്കാൻ സമയമെടുക്കും.
എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്ത് പോവുകയും ചെയ്യും. അതായത് ഒരു മെറ്റീരിയൽ കൾച്ചർ വേഗം പോകുന്നു, മറ്റേതിന് ടൈം എടുക്കുന്നു. സോഷ്യൽ മീഡിയ വളരെ ദ്രുതഗതിയിൽ വളരുന്നു. ഓക്കെ, പക്ഷെ അതിൻ്റെ നിയമങ്ങൾ, ആ പ്രൈവസി, നമ്മുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടാക്കി അത് പ്രാവർത്തികമാക്കി അതിനെ പഠിച്ച് ആഴത്തിൽ പഠിച്ച് നമ്മുടെ ലോ ഒന്ന് ചേഞ്ച് ചെയ്ത് വരാൻ സമയമെടുക്കും. പക്ഷെ അപ്പോഴത്തേക്കും സോഷ്യൽ മീഡിയ വേറെ ഏതൊക്കെയോ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. ബയോടെക്നോളജി എന്ന് പറയുന്നത് വളരെ ഓരോ ദിവസവും കൂടുന്തോറും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സയൻറ്റിഫിക് ഏരിയയാണ്. പക്ഷേ അതേ സ്ഥാനത്ത് നമ്മുടെ മോറൽ ഡിബേറ്റ്സ് ഉണ്ട്. ബയോടെക്നോളജിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് കുറേ ഡിബേറ്റ്സുകൾ നമ്മുടെ ഇപ്പോഴത്തെ ജെനറ്റിക്സ് അല്ലെങ്കിൽ നമ്മുടെ ഹോമോസെക്ഷാലിറ്റിയെ പറ്റിയിട്ടൊക്കെ പറയുമ്പോഴൊക്കെ നമ്മൾ ഉന്നയിക്കുന്ന കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ട്. പക്ഷെ അതിനൊന്നും അതിലേക്ക് അത്തരം കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ വരാൻ സമയമെടുക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു കോൺസിക്വൻസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കൾച്ചറൽ ലാഗ് സോഷ്യൽ ഡിസോർഗനൈസേഷൻ ഉണ്ടാക്കുന്നുണ്ട്. കോൺഫ്ലിക്ട്സും ടെൻഷനുകളും പരസ്പരം ജനറേഷൻസ് തമ്മിലുള്ള സംഘടനകൾക്കും ടെൻഷൻസുകൾക്കും കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അഡ്ജസ്റ്റ്മെൻറ്റുകളും നടത്തേണ്ടി വരുന്നുണ്ട്. അപ്പോൾ കൾച്ചറൽ ലാഗ് എക്സ്പ്ലെയിൻസ് വൈ സൊസൈറ്റീസ് ഓഫൻ സ്ട്രഗിൾ ടു അഡാപ്റ്റ് ടു ടെക്നോളജിക്കൽ ചേഞ്ചസ്. എന്തുകൊണ്ടാണ് മാറുന്ന സാങ്കേതിക വിദ്യകളോട് സമൂഹത്തിന് സമയമെടുക്കുന്നത്, അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ സമയമെടുക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു ആശയമാണ്. ഇനി നമ്മുടെ എസ്എ ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ കൾച്ചറിനെ ഡിഫൈൻ ചെയ്യാനും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കാനുമാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി വിശദീകരിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനകത്ത് വരുന്നത്. കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അതിനകത്തില്ല. അതിൻ്റെ ഫങ്ഷൻസും അതിൻ്റെ എന്താ പറയുക ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ ഇതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി കൾച്ചറൽ ലാഗും കൾച്ചറൽ ഡിഫ്യൂഷനും തമ്മിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും അവ തമ്മിലുള്ള അതിൻ്റെ ഒരു കണ്ടംപററി സൊസൈറ്റിയിൽ അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് പറയാനുമാണ്. അപ്പോൾ ആദ്യം എന്താണെന്ന് രണ്ടിനും ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് എന്താ പറയുക കൾച്ചറൽ ലാഗ് വിശദീകരിക്കുക, അതിൻ്റെ എക്സാമ്പിൾസും അതിൻ്റെ എഫക്ട്സും എഴുതുക, അതിൻ്റെ കൾച്ചറൽ ഡിഫ്യൂഷൻ എന്താണെന്ന് വിശദീകരിക്കുക, അതിൻ്റെ എക്സാമ്പിൾസും ഇമ്പോർട്ടൻസും ഒക്കെ എഴുതുക, ഇവ തമ്മിലുള്ള ബന്ധം എന്തെഴുതുക. അതായത് കൾച്ചറൽ ഡിഫ്യൂഷൻ ഓഫൻ ഇൻട്രൊഡ്യൂസ് ന്യൂ ടെക്നോളജീസ് ആൻഡ് ഐഡിയാസ്. കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു കണ്ടുപിടുത്തം മറ്റൊരു കണ്ടുപിടുത്തത്തിലേക്ക് പെട്ടെന്ന് എത്താറുണ്ട് അല്ലേ? ഒരു സമൂഹത്തിൽ നിന്ന് മറ്റൊരു സമൂഹത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്താറുണ്ട്. അപ്പം കൾച്ചറൽ ഡിഫ്യൂഷൻ വളരെ പെട്ടെന്ന് ന്യൂ ടെക്നോളജീസും പുതിയ ആശയങ്ങളും വരുമ്പോൾ ഒരു സമൂഹത്തിൽ നിന്ന് പെട്ടെന്ന് വ്യാപിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇത് പലപ്പോഴും ഇങ്ങനെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ ടെക്നോളജിയും എത്തുന്നുണ്ട്. പക്ഷെ സെയിം ടൈം ഈ നമ്മുടെ കൾച്ചറൽ ലാഗ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഈ നോൺ മെറ്റീരിയൽ കൾച്ചർ അവിടെ തന്നെ അപ്പോഴും കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അതുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കുമെന്നാണ് പറയുന്നത്. ഇത് രണ്ടും നമുക്ക് എന്താണ് സെൻട്രൽ കോൺസെപ്റ്റ്സുകളാണ്. സോഷ്യൽ ചേഞ്ചിനെയും നമ്മുടെ കണ്ടംപററി സൊസൈറ്റിയെയും മനസ്സിലാക്കാൻ വളരെ നിർണായകമായ രണ്ട് ആശയങ്ങളാണ്. എങ്ങനെയാണ് ടെക്നോളജി സൊസൈറ്റിയിൽ ടെക്നോളജിക്കലായിട്ടുള്ള ഇന്നോവേഷൻസ്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് അഡാപ്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനും ഒക്കെ ഗ്ലോബൽ ഇൻ്റർ കണക്റ്റൻസ്, അതായത് പരസ്പരം നമ്മൾ മറ്റ് ലോകരാഷ്ട്രങ്ങളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്ന രണ്ട് ആശയങ്ങളാണ്. പക്ഷേ ഇത് രണ്ടും ഒരേ സമയം നമുക്ക് നെഗറ്റീവായിട്ടും വരുന്നുണ്ട് എന്നുള്ളതാണ്.